ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ വീട്ടമ്മമാർ പലപ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണ്, വീട്ടിൽ വെറുതെ ഇരിപ്പാണല്ലേ. പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ളവർ തന്നെ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ജോലിക്കൊന്നും പോകുന്നില്ലല്ലേ, വീട്ടിൽ വെറുതെ ഇരിപ്പ് തന്നെയാണ് അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ വീട്ടമ്മമാർ വീട്ടിൽ വെറുതെ ഇരിപ്പാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറില്ല. പലപ്പോഴും നമുക്ക് വീട്ടിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല പല ജോലികളുണ്ടാവാം അല്ലേ. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനൊരു ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്? അപ്പോൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കേട്ട് നമ്മൾ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് പുറത്ത് പോയി ജോലിക്ക് പോകാൻ പറ്റാത്തത് അല്ലേ. ചിലപ്പോൾ ചെറിയ കുഞ്ഞു മക്കളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സുഖമില്ലാത്ത മാതാപിതാക്കളോ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാകാം നമുക്ക് പുറത്ത് പോയി ഒരു ജോലിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് വിചാരിച്ച് വീട്ടമ്മയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കുറച്ചിലായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്വയം വില കുറച്ച് കാണാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും എല്ലാം നമ്മളെ യഥാക്രമം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മളെ സ്വയം വില കുറച്ച് കാണേണ്ട ഒരു ആവശ്യകതയുമില്ല. അതുപോലെ തന്നെ നമ്മളെപ്പറ്റി എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു തുറന്ന പുസ്തകം പോലെയുള്ള ഒരാളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നിയവരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവസാനം ഒരു 8ൻ്റെ പണിയായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് എൻ്റെ ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് ഓരോ പാഠങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വീട്ടമ്മയാണെന്ന് കരുതി നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത്. അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആരോടും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടമ്മമാർ അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങാത്തവരായിരിക്കും അല്ലേ. എന്തെങ്കിലും ഫങ്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, അത് സങ്കടമോ ദേഷ്യമോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പോയിൻറ്റുകളോട് മാത്രം പറയുക. ഒരുപാട് അങ്ങ് സംസാരിച്ച് വായിട്ടലച്ച് ബഹളം വച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് നേടുന്നതിനേക്കാളും നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ മനസ്സ് തുറന്ന് പോയിൻ്റ് സഹിതം ഉൾപ്പെടുത്തി പറയാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വീട്ടമ്മമാർ പോസിറ്റീവായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിവതും നേരത്തെ തന്നെ ഉണരാൻ ശ്രമിക്കുക. മാക്സിമം ഒരു 6 മണിക്കെങ്കിലും നമ്മൾ ഉണരുക. പിന്നെ നമ്മൾ വലിയ മക്കളൊക്കെ കൊണ്ട് ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കേണ്ടി വരുമെങ്കിൽ നമ്മൾ ഒരു 5 മണിക്കെങ്കിലും ഉണരേണ്ടി വരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നവരായിരിക്കും. ആദ്യം ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഓടി ഒരു മടുപ്പ് തോന്നിയപ്പോഴാണ് നമ്മൾ ചെയ്യാനുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കുക്കിംഗ് നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി പ്രെപ്പൊക്കെ ചെയ്ത് വയ്ക്കാം. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ തേങ്ങ ചിരകി വയ്ക്കുക. അതൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് ഓടി കിതച്ച് വന്ന് എല്ലാം ചെയ്ത് തീർക്കാതെ സാവധാനം എല്ലാം ചെയ്ത് തീർക്കാൻ സമയം കിട്ടും. അപ്പോൾ നമ്മളെന്നും ഒരേ ജോലി തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുക്കിങ്, ക്ലീനിങ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടാത്തത്. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ നമ്മളൊരു വീട്ടമ്മയാണെന്ന് കരുതി എല്ലാ ജോലികളും നമ്മൾ സ്വയം ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ജോലികൾ നമ്മളെപ്പോഴും ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുക. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മളെ മക്കളെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ചെറുതിലേ മുതലേ തന്നെ നമ്മളെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക.
അതുപോലെ നമുക്ക് എപ്പോഴും മക്കളുടെ ഇഷ്ടത്തിനോ ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിനോ എല്ലാ ദിവസവും നമുക്ക് ഒരേ രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഞ്ഞിയോ അങ്ങനെ മറ്റെന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡും മക്കളെ ആയാലും ഹസ്ബൻഡിനെ ആയാലും കഴിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുക. എപ്പോഴും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വീട്ടമ്മമാരെന്ന് കരുതി എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് തീർക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് സ്റ്റിച്ചിങ്, റീഡിങ് അങ്ങനെയുള്ള മറ്റുള്ള ഹോബീസിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിലൂടെ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മക്കളോട് ഹസ്ബൻഡിനോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം. നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ കാര്യമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്